മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമുക്കിന്ന് 3-ാം ക്ലാസ്സിൻ്റെ 2-ാം വാർഷിക പരീക്ഷ ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരങ്ങൾ നോക്കിയാലോ? ഓക്കെ, പരീക്ഷ എളുപ്പമായിരുന്നു അല്ലേ? നമുക്ക് എല്ലാ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഒന്നും കൂടി നോക്കാം. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓരോ പ്രവർത്തനങ്ങൾ നോക്കാം നമുക്ക്. ഒന്നാമത്തെ എന്താ? നഖ്റഉൽ ഫിക്ര നക്തഷിഫുൽ അഫ്ആലുൽ മാദിയ. ഇതിൽ എന്ത് ചെയ്യണം? അഫ്ആലുൽ മാദികൾ കണ്ടെത്തണം. പാരഗ്രാഫ് വായിച്ചിട്ട്. ഫി യൗമി മെഹർജാനിൽ ഫന്നി, അതാണ് കലോത്സവത്തിൻ്റെ അന്ന്. ദഹബ ഹാഷിം ഇലൽ മദ്രസ, ഹാഷിം മദ്രസയിലേക്ക് പോയി അല്ലേ? ദഹബ ഒരു ഫേലു മാദിയാണ്. വഫി ത്വരീഖ്, വഴി വെച്ച്. റഅ കണ്ടു, ഫേലു മാദിയാണ്. ഹാഷിം കണ്ടു സ്വദീഖഹു രാഹുലിനെ. സഅല ചോദിച്ചു, അതും ഫേലു മാദി. ഏത് പറഞ്ഞ? ഈ പറഞ്ഞ അൽ മാദി കണ്ടെത്താൻ വന്നില്ലേ? സഅല ഹാഷിം രാഹുലിനോട് ചോദിച്ചു. ഫി ഐ മുസാബക്കത്തിൻ തുഷാരിക്, നീ ഏത് മത്സരത്തിനാണ്? കാല രാഹുൽ പറഞ്ഞു. തുഷാരിഖു ഫിൻ നഷീദത്തിൽ അറബിയ, ഞാൻ അറബി ഗാനത്തിനാണ്. വസല ഹാഷിം ഇലൽ മദ്രസ, ഹാഷിം മദ്രസയിലേക്ക് അല്ലെ സ്കൂളിലേക്ക് എത്തി. ഇവിടെ കാല പറഞ്ഞും ഫേലുമാദിയാണ് കേട്ടോ. ബദ തുടങ്ങി ഫേലുമാദിയാണ്. അൽ ബർനാമജ് പരിപാടി തുടങ്ങി. തിസാഴത്തിൽ ആഷറ 10 മണിക്ക്. ജലസ ഇരുന്നു. അത്തുല്ല കുട്ടികൾ. അമാമൽ മസ്റ എവിടെ ഇരുന്നു? സ്റ്റേജിന്റെ മുമ്പിൽ ഇരുന്നു. അൻഷദ പാടി. ഹാഷിം പാടി. അന്നഷീദ പാട്ടുപാടി. ഫാസ ജയിച്ചു. ഹാഷിം ജയിച്ചു. അഴ്ത്താലഹുൽ മുദരിസ്, അധ്യാപകൻ അവന് കൊടുത്തു. അഴ്ത്ത അല്ലെ ഫേലു മാദിയാണ്. അൽ ജായിസ സമ്മാനം കൊടുത്തു. റജ ഹാഷിം മടങ്ങി. ഇലൽ ബൈത്തി മസ്റൂറൻ, വീട്ടിലേക്ക് മടങ്ങി. ഇതിലൂടെ ബോൾഡായി കൊടുത്തിട്ടുള്ളതെല്ലാം ഫേലു മാദിയാണ് അല്ലേ? നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഈ കുറച്ച് മുളാരികൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം മാലി മക്കൾ ഇവിടെ നിന്ന് കണ്ടെത്തണം. ഉദാഹരണം, യദ്ഹബൂടെ മാലി ഇവിടെ ദഹബ, അതവിടെ നിന്ന് കിട്ടി. ഈ ദഹബിയാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ യജ്ലിസുവിൻ്റെ ഏതാ വരിക? ജലസ അല്ലേ? 1. അപ്പൊ ജലസ മക്കൾ ഇവിടെ എഴുതണം. എവിടെ 1 എഴുതി എവിടെ എഴുതണം കേട്ടോ. യബ്ദഉ തുടങ്ങുന്നു. ബദ എവിടെ ഇരിക്കുന്നു? ബദ. അപ്പൊ 2 കേട്ടോ. ഇനി യുഅ്തി കൊടുക്കുന്നു. ഏതാ വരിക? ആഴ്ത്ത അല്ലേ? ആഴ്ത്ത യുഅ്തി 3. 4 യഫൂസു ജയിക്കുന്നു. ഏതാ വരിക? ഫാസ അല്ലേ? 4 ഇവിടെ കൊടുക്കണം. ശരിയല്ലേ? ഇനി അടുത്തത് സഅല ഹാഷിം രാഹുലിനോട് ഹാഷിം ചോദിച്ചു. ഫി ഐ മുസാബഖത്തിൻ, ഏത് മത്സരത്തിലാണ്? ഈ ഐ മുസാബഖത്തിൻ ഏതാ വരിക? തുഷാരിക്കു. ഈ വാക്കാണ് മക്കൾ എവിടെ എഴുതേണ്ടത്? ഇവിടെ എഴുതേണ്ടത് കേട്ടോ. ഏത് മത്സരത്തിലാണ് പങ്കെടുക്കുന്നത്? പിന്നെ അടുത്തത് ഹാഷിം ഇലൽ മദ്രസ, സ്കൂളിലേക്ക് ഹാഷിം എന്ത് ചെയ്തു? പാരഗ്രാഫ് നോക്കിയാൽ മതി. വസല, ഈ വാക്കാണ് എവിടെ എഴുതേണ്ടത്? ഇവിടെ എഴുതേണ്ടത്. വസല. ഹാഷിം ഇലൽ ബൈത്തി മസ്റൂർ, വീട്ടിലേക്ക് സന്തോഷത്തോടെ മടങ്ങി. ഏതാണ്? റജ അല്ലേ? അപ്പൊ ഇവിടെ റജ എന്ന് എഴുതണം. ഓക്കെ. അല്ലെങ്കിൽ ബി പ്രവർത്തനം ചെയ്യണം. ദഹബ യദ്ഹബു. അപ്പൊ സഖത ഇത് വരും യസ്ഖുതു. എന്താണ്? യസ്ഖുതു. ബദ എന്താകും? യബ്ദഉ അല്ലേ? നേരത്തെ എഴുതിയതാണ് അല്ലേ? യബ്ദഉ. ഹസീന യഹ്സുനു. ഇത് വേണം, യഹ്സുനു എന്ന് എഴുതണം. ഓക്കെ അല്ലേ? ഇനി മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദഹബ
യദ്ഹബു. റജഅ ഏത് വരും? യർജിഉ. ഖാല യഖൂലു മുളാരി. വഖഫ യഖിഫു. ഖറജ യഖ്റുജു. അല്ലേ? ഈ രണ്ടാമത്തെ പ്രവർത്തനം എന്താണ്? നഉദ്ദു വനക്മിൽ. എഴുത്ത് പൂർത്തിയാക്കണം, എണ്ണി പൂർത്തിയാക്കണം. അൽ മഹ്റജാനുൽ ഫന്നി എന്താണ്? സ്കൂൾ കലോത്സവം. ബിതാഖത്തുൽ മുഷാറക്ക പാർട്ടിസിപ്പന്റ് കാർഡ്. നമ്പർ എത്ര? ഇസ്നാ വ ഇശ്റൂൻ 22. അപ്പൊ 25 എങ്ങനെ പറയണം? ഖംസും വ ഇശ്റൂൻ. അല്ലേ? എങ്ങനെ വരിക? ഖംസും വ ഇശ്റൂൻ. ഖംസും വ ഇശ്റൂൻ എന്ന് എഴുതണം. അല്ല മക്കളെ, അടുത്തതോ? തിസ്ഉം വ ഇശ്റൂൻ. എത്രയാ? 9. അപ്പൊ 29. പിന്നെ അർബഉം വ ഇശ്റൂൻ 24. അല്ലേ? 4 അല്ലേ? ഇനി ഇവിടെ എത്രയാ? 28. അല്ല 27. 27 ആകുമ്പോ സബഉൻ. അല്ലേ? സബഉൻ വ ഇശ്റൂൻ. സബഉൻ വ ഇശ്റൂൻ. 26 ആകുമ്പോഴോ? സിത്തും വ ഇശ്റൂൻ. സിത്തും വ ഇശ്റൂൻ. ശരിയല്ലേ? ഇനി ഇതില് നക്തുബ് അസ്മാൽ ഖദറവാത്തി വൽ ഫവാക്കിഹ്. പഴങ്ങളുടെ എന്ത് ചെയ്യുക? അത് പേരെഴുതാൻ വേണ്ടി പേരെഴുതിയിട്ട് അതിലേക്ക് യോജിപ്പിക്കുക എന്നുള്ളതാണ്. ഇതേതാണ്? ഇതെന്താണ്? കുക്കുംബർ. അല്ലേ? കുക്കുംബർ നമ്മൾ ഖിയാർ എന്ന് പറയും. അല്ലേ? ഖിയാർ, കുക്കുംബർ. അപ്പൊ നമ്മൾ ഏതിലേക്ക് ചേർക്കണം? ഖദറവാത്തിലേക്ക് ചേർക്കണം. പിന്നെ ഇവിടെ ഏതാ? ബാദിഞ്ചാൻ. എന്താണ്? ബാദിഞ്ചാൻ, വഴുതനങ്ങ. ബാദിഞ്ചാൻ, അതും ഖദറവാത്തിൽ ചേർക്കണം. ഇത് തുഫാഹ്. അല്ലേ? എന്താണ്? തുഫാഹ്. തുഫാഹ് ഏതിലേക്ക് ചേർക്കണം? ഫവാക്കിഹ്. എളുപ്പമല്ലേ? ഇനി ഇവിടെ യഅ്കുലുൽ വലതു അത്തുഫാഹ. കുട്ടി എന്ത് ചെയ്യുന്നു? ആപ്പിൾ തിന്നുന്നു. അല്ലേ? ഇവിടെ എന്ത് വേണം? യഅ്കുലുൽ വലതു എന്താ തിന്നുന്നത്? അൽ ബിത്തീഖ്. അല്ലേ? ബിത്തീഖ് എന്താണ്? ബിത്തീഖ് എന്താ മക്കളെ? വത്തക്ക. അല്ലേ? അല്ലെങ്കിൽ എന്താ പറയാ? തണ്ണിമത്തൻ. ബിത്തീഖ്. ഇവിടെയോ? മൗസ് കഴിക്കുന്നു. അല്ലേ? അപ്പൊ യഅ്കുലുൽ വലതു അൽ മൗസ എന്നെഴുതാം. ഓക്കെ. ഇനി അടുത്തതോ? മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലേ? ഇവിടെ എന്താണ്? പുറത്തു സല്ല. സല്ല. ബാസ്കറ്റ് ബോൾ. ബാസ്കറ്റ് ബോൾ ഏതാണ്? ഇങ്ങനെ ചേർക്കണം. പിന്നെ ഫുട്ബോൾ. ഫുട്ബോളിന് ഏതാ പറയാ? പുറത്തുൽ ഖദം. ഇവിടെയുണ്ട്. ശരിയല്ലേ? ഇനി രീഷത്തു ത്വാഇറ. രീഷത്തു ത്വാഇറ എന്താണ്? ഇതിലെ ഷട്ടിൽ. ഇതിലേക്ക് ചേർക്കും. രീഷത്തു ത്വാഇറ. ക്രിക്കറ്റ് ചേർത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ എല്ലാം വാക്ക്, അതിൻ്റെ എല്ലാം ഇവിടെ ടൂൾസിലേക്ക് നമ്മൾ ചേർക്കണം. ഇവിടെ ക്രിക്കറ്റിന്റെ ചേർത്തിട്ടുണ്ട്. കുർത്തുസല്ലയുടെ ഏതാ? ഇതാണ്. അല്ലേ? ഇനി രീഷത്തു ത്വാഇറയുടെ ഇത് ഷട്ടിൽ. പുറത്തുൽ കദമിന്റെ ഇത്. ഇങ്ങനെ മാച്ച് ചെയ്യണം. ഓക്കെ അല്ലേ മക്കളെ? ഇനി അടുത്തത് ഏതാണ്? യൽഅബുൽ വലതു ക്രിക്കറ്റ്. കുട്ടി ക്രിക്കറ്റ് കളിക്കുന്നു. അപ്പൊ ഇവിടെ എന്ത് വരും? യൽഅബുൽ വലതു, കുട്ടി എന്താ കളിക്കുന്നത്? രീഷത്ത ത്വാഇറ. അല്ലേ? ഷട്ടില് കളിക്കുന്നു. ഇവിടെയോ? യൽഅബുൽ വലതു കുറത്തൽ കദം. കുറത്തൽ കദം എന്നാണ്. ഓക്കെ.
ഇനി അടുത്ത പ്രവർത്തനം എന്താ നോക്കാം നമുക്ക്. പാട്ട് പൂർത്തിയാക്കണം അല്ലേ. നുക്കുമിലിൽ മല്ലൂം പാട്ട്. മൗസുൻ 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 സിഫർ വർദുൻ വർദുൻ വർദുൻ. പഴം പഴം. പഴത്തിന് നിറം എന്താ? അസ്ഫർ. അപ്പൊ വർദ് എന്താ? അഹ്മർ അല്ലേ. വർദുൻ അഹ്മർ. പിന്നെയോ ഖുറാബുൻ ഖുറാബുൻ അല്ലെ. അടുത്ത വരി ഖുറാബുൻ. കാക്ക കാക്ക. ഖുറാബുൻ അസ്വദ്. കാക്കയുടെ നിറം കറുപ്പ്. ലക്ലക്കുൻ ലക്ലക്കുൻ. കൊക്ക് കൊക്ക് എന്ന് പറയണം അല്ലേ. ലക്ലക്കുൻ ലക്ലക്കുൻ അബിയദ്. ലക്ലക്കുൻ അബിയദ് അല്ലേ. ഇനി അടുത്തത് ബബ്ഗ. തത്തമയാണ്. അപ്പൊ ബബ്ഗാഉൻ 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 അഖ്ളർ പച്ച. കേട്ടോ. അപ്പൊ കളറുകളെല്ലാം പഠിച്ചിരുന്ന നമുക്ക് ഈ പ്രവർത്തനം സിമ്പിളായി ചെയ്യാം. അല്ലെങ്കിൽ അന ജസർ. ഞാൻ ആരാണ്? ജസർ എന്താണ്? ക്യാരറ്റ്. ലൗനി ബുർത്തുക്കാലി. എന്റെ നിറം എന്താണ്? ഓറഞ്ച് നിറമാണ്. പിന്നെ ഇതാരാ? അന ടൊമാറ്റിം. ഞാൻ തക്കാളി. ലൗനി അഹ്മർ. ചുവപ്പാണ് അല്ലെ. പച്ച തക്കാളി ഉണ്ട്, ഇവിടെ നമ്മൾ ചുവപ്പ കൊടുക്കണം. അന ഖിയാർ. ഞാൻ കുക്കുംബറാണ്. ലൗനി അഖ്ളർ. പച്ച അല്ലേ. പച്ച നിറമാണ്. പിന്നെ ഇത് അന മാഞ്ച. ലൗനി അസ്ഫർ. എന്റെ നിറം മഞ്ഞയാണ്. പിന്നെ അന ഡാലിയ. ഞാൻ ഡാലിയാണ്. ലൗനി ലൗനി അബിയദ്. വെള്ളയാണ് അല്ലേ. ഡാലിയ പുഷ്പം. കേട്ടോ. എത്രയാണ് എന്ത് ചെയ്യേണ്ടത് മക്കൾ ചെയ്യാനുണ്ടായത് അല്ലേ. വളരെ സിമ്പിൾ ആയിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാവൂലേ. കിട്ടിയ മാർക്ക് എല്ലാവരും കമൻ്റായി ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.